ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെൻസി ഷിച്ചു ഫ്രം എഡ്മണ്ടൺ കാനഡ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടി കപ്പ കറിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ബോട്ടി നല്ലോണം വൃത്തിക്ക് അരിഞ്ഞ് കഴുകി നുറുക്കി കഴുകി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണിത്. ജസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി തിളപ്പിച്ച് വെച്ചു. നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞു. നമുക്ക് വേവിക്കുന്നതിന് മുമ്പ് 2 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മീറ്റ് മസാല നാട്ടിൽ നിന്ന് കീനഞ്ചേരി ഫുഡ് പ്രോഡക്റ്റ് നടുവട്ടം അവിടെ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്നാണ്. നമ്മൾ 2 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 2 ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അധികം എരിവ് വേണ്ട, കുറച്ച് നമുക്ക് കളർ കിട്ടും. ഇതും ഞാൻ അവിടെ നിന്ന് തന്നെ കീനഞ്ചേരി ഫുഡ് പ്രോഡക്റ്റിൽ നിന്ന് വാങ്ങിച്ചു കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ 2 ടീസ്പൂൺ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇത്രയും പൊടികളിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. നമുക്കിവിടെ സമ്മറാണെങ്കിലും വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് നല്ലോണം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 8-10 വിസിലടിക്കാനായിട്ട് 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം. കാരണം ബോട്ടിക്ക് നല്ല വേവ് ഉള്ളതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വറ്റാതിരിക്കാനായിട്ട് 3 ഗ്ലാസ്സെങ്കിലും വെള്ളം നമുക്ക് ഒഴിച്ച് ഇത് നല്ലോണം ഒരു 8-10 വിസിൽ വരുന്നവരെ നല്ലോണം വേവിച്ചെടുക്കാം. ബോട്ടി വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച കപ്പ അതിൽ മിക്സ് ചെയ്യാൻ പോണ്. അത് കപ്പ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഒരുമിച്ച് രണ്ടും കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് നമുക്ക് തീ ഓണാക്കി ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. കപ്പ ബോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കറി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് എടുക്കാനായിട്ട് ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ പൊട്ടി തെറിക്കാതിരിക്കും നമുക്ക് ആദ്യം കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5-2 സബോളയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. സബോള ഇട്ട് കുറച്ച് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഒരു ടീസ്പൂണും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സബോളയുടെ മുകളിൽ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ചെറിയൊരു 3 പച്ചമുളകും കൂടി റോസ്റ്റ് ചെയ്യുന്ന നമുക്കൊന്ന് ബാക്കി എല്ലാ സബോളയും നമുക്ക് ഒരുമിച്ചിട്ട് 2 വരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ സബോള നമുക്ക് പെട്ടെന്ന് നമ്മൾ വാടിക്കിട്ടും. 2 വരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിന്ന് സബോള വാടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സബോള വാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. സബോള നന്നായി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി 2 തക്കാളി ഇതിൽ ആഡ് ചെയ്യാം. തക്കാളി നല്ലോണം വഴണ്ട് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ല. കാരണം അത് വേവിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാ പൊടിയിലും ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ അത്യാവശ്യം എരിവും കളറും കറിക്കുണ്ട്. അപ്പം ഗരം മസാല മാത്രം 1.5 ടീസ്പൂൺ ഇപ്പോൾ ചേർക്കാം. ഗരം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഗരം മസാലയുടെ പച്ചമണം മാറി നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ബോട്ടി ഇതിലേക്ക് ഇട്ട് ഇങ്ങനെ നമ്മുടെ കപ്പ ബോട്ടി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ടേസ്റ്റും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നൗ ഇറ്റ്സ് റെഡി ടു സെർവ്. എല്ലാവരും കറി ട്രൈ ചെയ്യുക. വാച്ച് മൈ യൂട്യൂബ് ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ട്രൈ ദിസ് കറി ആൻഡ് കമൻറ്റ് ബിലോ. താങ്ക് യു.